ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇവാലുവേറ്റ് ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1 ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റ് പറയുന്നതിന് മുന്നേ നമുക്കറിയാം എന്താണ് സീക്വൻസ് 1/n എന്നുള്ളത് ഏതിലേക്കാണ് കൺവേർജ് ചെയ്യുക. സീക്വൻസ് 1/n എന്ന് പറയുന്നത് 0ലേക്കാണ് നമുക്ക് കൺവേർജ് ചെയ്യാന്നറിയാം അല്ലേ. വി നോ ദാറ്റ് ദ സീക്വൻസ് 1/n, നമ്മൾ സീക്വൻസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? കേർലി ബ്രേസിൻ്റെ ഉള്ളിലാണ്. സീക്വൻസ് 1/n കൺവേർജസ് ടു 0. കൺവേർജസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1 ഡിവൈഡഡ് ബൈ n. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും n ഉണ്ട്, ഇവിടെയും n ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ നിന്ന് n-നെ ഔട്ടിലേക്ക് എടുക്കുക. n ഔട്ടിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ n ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ n ഔട്ടിലേക്ക് വരുമ്പോൾ n×1 ആവും -1/n ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇവിടെ നോക്കി നോക്കുക. n×1 എന്താണ്? n ആണ്. അതേപോലെ തന്നെ n×1/n എന്താണ്? -1 ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? n-ഉം n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താണ് വരുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1-1/n ആണ് വരുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറയുന്നത് 1 തന്നെ മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n-ന്റെ വാല്യൂ എന്താണ്? 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വന്നു? 1 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n+1 ഇൻറ്റു n-2 ഡിവൈഡഡ് ബൈ n×n+3. ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിൽ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഡിനോമിനേറ്ററിൽ n വരികയാണെങ്കിലാണ് നമുക്കൊരു പെർട്ടിക്കുലർ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കുക? ആദ്യത്തെ ഈ ഒരു ടേമിൽ n ഉണ്ട്, ഈ ഒരു ടേമിൽ n ഉണ്ട്. അതേപോലെ തന്നെ താഴത്തെ ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? n ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് 3n+1 ഇൻറ്റു അടുത്തത് n-2 അത് തന്നെയാണ് എഴുതുന്നത് ഡിവൈഡഡ് ബൈ n×n+3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു ടേമിൽ നിന്ന് n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? n ഇൻറ്റു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, 3+1/n ഇൻറ്റു n-2 എന്നുള്ള ടേമിൽ നിന്ന് n പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? n×1 - 2/n ഡിവൈഡഡ് ബൈ n ഇൻറ്റു അടുത്ത n+3 n പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? n×1+3/n വരും. അപ്പോൾ ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്യാം, n-ഉം n-ഉം ക്യാൻസൽ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എന്താണ്? 3+1/n ഇൻറ്റു 1 - 2/n ഡിവൈഡഡ് ബൈ 1+3/n വരും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിമിറ്റിനെ നമുക്ക് ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3+1/n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 2/n ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+3/n എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ? 3 പ്ലസ് 1/n-ന്റെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0. അടുത്ത ടേം എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആണ്. അതായത് കോൺസ്റ്റൻ്റ് ലിമിറ്റ് എന്ത് തന്നെയാണ്? കോൺസ്റ്റൻ്റ് തന്നെയാണ് വരിക. ഓക്കെ, 1 മൈനസ് അടുത്തത് 0 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1+0. ഓക്കെ, അപ്പോൾ 3+0 3, അതായത് 3×1 ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് തന്നെ വന്നു? 3 വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് ലിമിറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി sin of πn ഡിവൈഡഡ് ബൈ 2n+1. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈൻ ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ, സൈൻ ഓഫ്
സൈൻ എക്സിന് പകരം ഇവിടെ എന്താണ് പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലുള്ള അതായത് സൈനിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. സൈൻ അല്ല ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, മേലെയും n ഉണ്ട് താഴെയും n ൽ ടേം ഉണ്ട്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പാടില്ല, കോമൺ ആയിട്ടുള്ള മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മേലെ പൈ n തന്നെ താഴത്തെ n പുറത്തേക്ക് എടുക്കുക. n പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് 2 ആണ് ബാലൻസ് ഉള്ളത്, പ്ലസ് ഇവിടെ എന്ത് വരും 1/n. അപ്പോൾ നമുക്ക് ഏത് വരും ക്യാൻസൽ ചെയ്യാം, n-ഉം n-ഉം ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/n വരും. ഓക്കെ, അപ്പോൾ ഇനി n ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് 1/∞ എന്താണ് 0 ആണ് വരുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, π/2 ആണ് നമ്മൾ ആൻസർ വരുന്നത്. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ, സൈൻ ഓഫ് അതായത് പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണ് നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോപ്പർട്ടീസിൽ ഫിഫ്ത്ത് പ്രോപ്പർട്ടി നോക്കി നോക്കുക. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കുക, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ എഫിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത്, സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുക, എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ സൈൻ എക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ്. നമുക്കറിയാം, വി നോ ദാറ്റ് സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ്. സൈൻ എക്സ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് സൈൻ എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 is equal to എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ എൻ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1ൻ്റെ വാല്യൂ നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, π/2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സൈൻ ഓഫ് π/2. സൈൻ π/2ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 1 കിട്ടി. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് പുറത്തോട്ട്, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്താണ്, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെയാണ് വരുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ നോക്കി നോക്കുക, ഇവിടെ ഇങ്ങനെ എന്താണ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്ത് n ഔട്ടിലേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്ത് അതൊക്കെ എന്താണ് കുറച്ച് ലെങ്തി പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക്, അതായത് എക്സ് സ്ക്വയർ ആണ് നമ്മൾ ഫംഗ്ഷൻ എടുക്കുക. എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്. എഗെയിൻ നമ്മൾ ഫിഫ്ത്ത് പ്രോപ്പർട്ടി നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഫിഫ്ത്ത് പ്രോപ്പർട്ടി അസ്യൂം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് സ്ക്വയർ ഒഴിവാക്കിയിട്ടുള്ള ലിമിറ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, വി ഹാവ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഉള്ളിലത്തെ മാത്രമാണ് 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രോപ്പർട്ടി പ്രകാരം നമുക്കിതിന് എന്ത് എഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, n പ്ലസ് 3 എന്ന് എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി നോക്കാം, ഇവിടെ n സ്ക്വയർ ആണുള്ളത്, n ഉണ്ട്, ഇവിടെ n ഉണ്ട്, n ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കാം.
ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിൽ വലിയ ടേം എന്ന് പറഞ്ഞാൽ n² ആണ്. n² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ഇവിടെ 3 വരും മൈനസ് 2/n ആണ് വരിക അല്ലേ. n² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇവിടെ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കണം? n കൊടുക്കണം. പ്ലസ് അടുത്ത എന്താണ്? 1/n². നിങ്ങൾക്ക് ഈ എന്താണ് n² പുറത്തേക്ക് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എല്ലാ ടേമിനെയും, ഇവിടെ ഇപ്പോൾ n² ആണ് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ ഈ ഓരോ ടേമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? n² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഈ പുറത്തേക്ക് എടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ് 2/n അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ വലിയ ടേം ഏതാണ്? n² ആണ്. അപ്പോൾ എല്ലാത്തിനും n² അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അതായത് എന്ത് വരും? 3n²/n² മൈനസ് 2n ഡിവൈഡഡ് ബൈ n² മൈനസ് പ്ലസ് 1/n². ഇപ്പോൾ n² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വന്നു? 3 വന്നു. ഓക്കെ, n² പുറത്തിടുക, 3 മൈനസ്, ഇനി n-ഉം n-ഉം ക്യാൻസൽ ചെയ്തു, 2n/n² അല്ലേ, അതാണ് ഇവിടെ 2/n വന്നത്. അടുത്ത 1/n². അങ്ങനെയാണ് ആ ഒരു ടേം വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത് ക്ലിയർ ആണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ഡിവൈഡഡ് ബൈ n ഇൻറ്റു, ഇവിടെ n പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? n ഇൻറ്റു 1 പ്ലസ് 1/n വരും. ഓക്കെ, മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n+2 എന്ന് n പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? n ഇൻറ്റു 1 പ്ലസ് 2/n ഡിവൈഡഡ് ബൈ, ഇനിയുള്ള ഏതാണ്? ഈ n+1 ഉണ്ട്, n+3 ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ അകത്ത് n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ n ഇൻറ്റു 1 പ്ലസ് 1/n, ഇവിടെ എന്ത് വരും? n ഇൻറ്റു 1 പ്ലസ് 3/n വരും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ ഒരു n² ഉണ്ട്, ഇവിടെ n-ഉം n-ഉം. അപ്പോൾ n² നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു n ഉണ്ട്, n, ഇവിടെ n. അപ്പോൾ എല്ലാ n-കളും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി കിട്ടുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ബാക്കിയുള്ള എന്താണ്? 3 മൈനസ് 2/n, 3 മൈനസ് 2/n പ്ലസ് 1/n² ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/n മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 2/n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/n ഇൻറ്റു 1 പ്ലസ് 3/n. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 മൈനസ് 2/∞ എന്ന് പറയുന്നത് 0 പ്ലസ് 1/∞ 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/∞ 0 മൈനസ് 1 പ്ലസ് 0 ഡിവൈഡഡ് ബൈ അഗെയിൻ 1 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 3/1 മൈനസ് 1/1, ദാറ്റ് മീൻസ് 2 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ആയോ? ആൻസർ ആയിട്ടില്ല. കാരണം എന്താണ്? നമുക്കിവിടെ സ്ക്വയർ ആണ് നമുക്ക് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സ്ക്വയർ ഒഴിവാക്കിയിട്ടുള്ളതിൻ്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു f(x) അസ്യൂം ചെയ്യുക. f(x) എങ്ങനെയാണ് അസ്യൂം ചെയ്യുക? ഇവിടെ സ്ക്വയർ ആണുള്ളത്. അപ്പോൾ f(x) എന്ന് പറയുന്നത് x² ആണ്. x² എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ x² കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ബൈ പ്രോപ്പർട്ടി നമ്പർ 5 നമ്മൾ ലിമിറ്റിൻ്റെ 5ാമത്തെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f(3n² മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 2 divided by n plus 1 into n plus 3 equal to എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? f of ലിമിറ്റ് എഫിനെ പുറത്തേക്ക് എടുക്കാം. എഫിനെ പുറത്തേക്ക് എടുക്കാനുള്ള കാരണം എന്താണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? x² ആണ്. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ മൊത്തം ടേം നമ്മൾ എഴുതുക. ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരിക്കുന്നത്? 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ f of 2 ആണ് നമ്മൾ ആൻസർ.
എഫ് ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് ടു എന്ത് വരും, ടു സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് വരിക, 4 ആണ് നമ്മളെ ലിമിറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ടേം ഇവിടെ എടുത്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് ലിമിറ്റ് n tends to infinity r raised to n equal to infinity if r greater than 1, 1 if r equal to 1, 0 if 0 less than or equal to r less than or equal to 1. നമുക്ക് പ്രൂവ് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത്, സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്, അതായത് ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണുള്ളത്. ആറിൻ്റെ വാല്യൂ 1-നേക്കാളും ഗ്രേറ്റർ ദാൻ 1-നേക്കാളും കൂടുന്ന സമയത്ത് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1. ആറിൻ്റെ വാല്യൂ ഇനി 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ എന്താണ്, 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ എഴുതാം, അത് നമ്മൾ ലെറ്റ് ആർ ഗ്രേറ്റർ ദാൻ 1. ആർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് അതായത് 1-നേക്കാളും വലിയൊരു നമ്പർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ആറിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ദെൻ വി ക്യാൻ റൈറ്റ് ആർ ആസ് ആർ ഈക്വൽ ടു ഒരു 1 പ്ലസ് എസ് എന്ന് എഴുതാം അല്ലേ. എസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെപ്പോഴും എന്താണ്, 1-നേക്കാളും കൂടിയ ഏതൊരു നമ്പറാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബൈനോമിയൽ എക്സ്പാൻഷൻ, അതായത് ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് 1 പ്ലസ് എസ് ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എഴുതാം, 1 പ്ലസ് എൻ എസ് പ്ലസ് ബാക്കിയുള്ള പോസിറ്റീവ് ടേംസ് വിത്ത് ഹയർ പവേഴ്സ് ഓഫ് എസ്. എസിൻ്റെ ഹയർ പവേഴ്സ്, അതായത് എസ് സ്ക്വയർ, എസ് ക്യൂബ്, അങ്ങനെയാണ് നമ്മളെ പവേഴ്സ് വരിക. നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, ഹയർ പവേഴ്സ് ഓഫ് എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദെൻ ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എൻ എസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ 1 പ്ലസ് എൻ എസ് പ്ലസ് കുറേ പോസിറ്റീവ് ടേംസ് വിത്ത് ഹയർ പവേഴ്സ് ഓഫ് എസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്താണ്, പോസിറ്റീവ് ടേം ആണ്. അപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് കൂടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എൻ എസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തറിയാം, എൻ എസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എപ്പോൾ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എൻ എസ് ഏതിലേക്കാണ് പോവുക, എൻ എസും ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ലേ നമുക്ക് വരാം അല്ലേ. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എൻ എസ് ഏതിലേക്കാണ് പോകുന്നത്, ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പോൾ ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ. ഇത് നമ്മൾ ഏത് വെച്ചിട്ടാണ്, അതായത് 1 പ്ലസ് എസ് ഹോൾ റേസ് ടു എന്നിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തത് ആർ ഈക്വൽ ടു 1. ആർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമുക്ക് ഈ എക്സ്പാൻഷൻ ഒന്നും വേണ്ട, കാരണം ആർ റേസ് ടു എൻ എന്താണ്, 1 റേസ് ടു എൻ ആണ്. 1 റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, 1. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും 1 റേസ് ടു എൻ എന്ത് തന്നെയാണ് വരിക, 1 ആണ് വരിക. ദെർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, 1 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത കേസാണ് മൂന്നാമത്തെ കേസ്. അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തത്. ആർ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് കിട്ടി. ആർ ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് 1 ആണെന്നും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാവുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് നോക്കണം. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1, ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1, ഈ ഒരു കാരണം ഈക്വൽ ടു 1 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ആർ 0 കൊടുക്കുക. ആർ 0 കൊടുക്കുന്ന സമയത്ത് ആർ റേസ് ടു എൻ എന്താണെന്ന് നമുക്കറിയാം, 0 ആണ്. ആർ റേസ് ടു എൻ 0 ഫോർ ഓൾ എൻ, ഏതൊരു എൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആർ റേസ് ടു എൻ തന്നെയാണ്, 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 0. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ എന്ത് തന്നെ, 0 വന്നു. ഇനി നമുക്ക് ഇടയിലുള്ള വാല്യൂ ആണ് വേണ്ടത്, അതായത് ലെറ്റ് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 1. ആറിൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/r-ൻ്റെ സ്ഥിതി എന്താ, ആറിൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ 1/r-ൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1-നേക്കാളും കൂടുതൽ ചെയ്യാം
ഓക്കെ, വണ്ണിനേക്കാളും കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്ത പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഇതിന് ഞാനൊരു റോ നമ്മൾ കൊടുക്കാം. അപ്പോൾ റോ റേസ് ടു n എന്താണ് വരിക? ഇൻഫിനിറ്റി. കാരണം എന്താണ്? 1/r ആണ്. 1/r ഓൾറെഡി ഗ്രേറ്റർ ദാൻ 1 ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്ത പ്രകാരം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്താണ് വരിക? ഇൻഫിനിറ്റി ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. ദെൻ ബൈ പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാനാ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/റോ റേസ് ടു n ആണെന്ന് എഴുതാം അല്ലേ? 1/റോ റേസ് ടു n നേരെ ഇപ്പോൾ ഇതേപോലെ എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/റോ റേസ് ടു n ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ റേസ് ടു n, ദാറ്റ് ഈസ് 1/ഇൻഫിനിറ്റി. റോ റേസ് ടു n ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1/ഇൻഫിനിറ്റിൻ്റെ വാല്യൂ എന്ത് വന്നു? 0 വന്നു. ദാറ്റ് ഈസ് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n ഇസ് ഈക്വൽ ടു r റേസ് ടു n വാല്യൂ r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻഫിനിറ്റി, r ഈക്വൽ ടു 1 ആണെങ്കിൽ 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മളെ വാല്യൂ എന്താണ്? 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.